വ്യാപകമായ കൊള്ളയാണ് ഇന്ന് നടത്തിയത്. അതുമായി ബന്ധപ്പെട്ട സമഗ്രമായ ഒരു അന്വേഷണം പറയാനുള്ളത്. അതേസമയം അപകടാവസ്ഥയിലുള്ള മരങ്ങൾ മാത്രമാണ് മുറിച്ചിട്ടുള്ളതെന്നാണ് പഞ്ചായത്ത് അധികാരികൾ നൽകുന്ന വിശദീകരണം. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി. മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കാൻ ലക്ഷ്യമിട്ട് വനംവകുപ്പ് നടപ്പിലാക്കുന്ന വിത്തൂട്ട് പദ്ധതിക്ക് ഇടുക്കി മൂന്നാറിൽ തുടക്കം. ഇടമലക്കുടി കേപ്പക്കാട് വനമേഖലയിലാണ് വിത്തൂട്ട് പദ്ധതിയുടെ ഭാഗമായി വനംവകുപ്പ് വിത്തുണ്ടകൾ വിതറിയത്. ഇടമലക്കുടി നിവാസികളുടെ പ്രത്യേക പൂജകളോടുകൂടിയാണ് പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. വനങ്ങളുടെ ആരോഗ്യം പ്രാദേശിക സസ്യങ്ങളുടെ സാന്നിധ്യവുമായി അഭേദ്യ ബന്ധമുള്ളതാണ്. വനത്തിന്റെ ആരോഗ്യം തിരിച്ചുപിടിക്കുന്നതിനൊപ്പം മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കാൻ ലക്ഷ്യമിട്ടുകൊണ്ടാണ് വനവകുപ്പ് വിത്തൂട്ട് പദ്ധതി നടപ്പിലാക്കുന്നത്. ജെർമിനേഷൻ കപ്പാസിറ്റി വയബിൾ ആയിട്ടുള്ള സീഡ്സ് തന്നെയാണ് കളക്ട് ചെയ്യുന്നത്. അതിൻ്റെ ജെർമിനേഷൻ കപ്പാസിറ്റി നോക്കിക്കഴിഞ്ഞാൽ അതിന് വയബിൾ ആണെങ്കിൽ എന്തായാലും അതിൻ്റെ ഒരു ഫ്രൂട്ട്ഫുൾ ആയിട്ടുള്ള ജെർമിനേഷൻ ഉണ്ടാകുന്നു, അതിൻ്റെ സർവൈവൽ ഉണ്ടാകുന്നു. അതിനെ നമ്മൾ മോണിറ്റർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് ഈ പദ്ധതി കൊണ്ട്. മൂന്നാർ മേഖലയിലും വിത്തൂട്ട് പദ്ധതിക്ക് തുടക്കം കുറിച്ചു. ഇടമലക്കുടി കേപ്പക്കാട് വനമേഖലയിലാണ് വനംവകുപ്പ് വിത്തൂട്ട് പദ്ധതിയുടെ ഭാഗമായി വിത്തുണ്ടകൾ വിതറിയത്. അഡ്വക്കേറ്റ് എ രാജ MLA പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ഇതുപോലെ കുറേ സ്ഥലങ്ങളിൽ ചെയ്യുവാണെങ്കിൽ നമുക്ക് വന്യമൃഗ ശല്യം ഒന്ന് കുറച്ചു കൊണ്ടുവരാൻ വേണ്ടി ലഘൂകരിക്കാൻ ആവശ്യമായിട്ടുള്ള ഇടപെടലാണ് നടത്തുന്നത്. ഇത് വിജയിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. 2000-ഓളം വിത്തുണ്ടകളാണ് വനമേഖലയിൽ നിക്ഷേപിച്ചത്. വനത്തിനുള്ളിൽ വകുപ്പ് നടപ്പിലാക്കുന്ന ഫുഡ് ഫോഡർ വാട്ടർ എന്ന ബൃഹത് പദ്ധതിയുടെ ഭാഗമായിട്ടാണ് വിത്തൂട്ട് പദ്ധതിയും വിഭാവനം ചെയ്തിരിക്കുന്നത്. വിത്തുണ്ടകളുടെ വിതരണ പദ്ധതി സംസ്ഥാന വനംവകുപ്പും പീച്ചി വനഗവേഷണ കേന്ദ്രവും സംയുക്തമായിട്ടായിരിക്കും നടപ്പിലാക്കുക. മൂന്നാർ റേഞ്ച് ഓഫീസർ ബിജു, മൂന്നാർ മാങ്കുളം ഫോറസ്റ്റ് റേഞ്ചുകളിലെ ഉദ്യോഗസ്ഥർ, ഇടമലക്കുടി നിവാസികൾ, വിവിധ NGO അസോസിയേഷൻ പ്രതിനിധികൾ എന്നിവർ പദ്ധതിയുടെ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു. വനത്തിനുള്ളിൽ വന്യമൃഗങ്ങൾക്ക് തീറ്റയുടെ ലഭ്യത വർദ്ധിച്ചു നൽകുക എന്നതാണ് പദ്ധതി കൊണ്ട് വനംവകുപ്പ് പ്രധാനമായി ലക്ഷ്യമിടുന്നത്. മനുഷ്യ വന്യജീവി സംഘർഷം കുറയ്ക്കാൻ വനവകുപ്പിന്റെ വിത്തൂട്ട് പദ്ധതി വിജയം കാണുന്ന പ്രതീക്ഷയിലാണ് വനവകുപ്പ്. ക്യാമറമാൻ AP രാജയ്ക്കൊപ്പം ബിനീഷ് ആന്റണി, കേരള വിഷൻ ന്യൂസ്, ഇടുക്കി. ഇടുക്കി പട്ടം കോളനി സപ്തതി ആഘോഷ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പട്ടം കോളനി പ്രതിഭാ സംഗമം നടത്തി. മേഖലയിൽ SLC+2 പരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങൾക്കും A+ നേടിയ വിദ്യാർത്ഥികൾ